ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പിലാത്തറ എത്തി. പിലാത്തറ എന്ത് മാറ്റാന്നറിയാം. പിലാത്തറയെല്ലാം മൊത്തം താഴെപ്പം അങ്ങ് മുതൽ കുപ്പം മുതൽ ഈ പിലാത്തറ വരെയെല്ലാം മൊത്തം മാറിയട്ടാ. വേണ്ട മുകളിൽ കൂടെ റോഡ് പോകുന്നുണ്ട. ഇത് റൈറ്റ് പോയി കഴിഞ്ഞാൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് കയറാം. വേണ്ട നേരെ പോയാൽ മാതാങ്കലം ഉണ്ടാവാം. ഇങ്ങോട്ട് പഴയങ്ങാടി. റോഡ് പണി നടക്കുന്നു, ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഓഹോ, ഇത് അണ്ടർ പിടിച്ചു. എന്താണല്ലേ, റോഡെല്ലാം വരുന്ന വഴിയെല്ലാം മൊത്തം മാറി. അതിനിടയ്ക്ക് ഒരു കാറുകാരൻ ഏതോ ഒരു കൊണ്ടുപോയി കയറ്റി. നമ്മുടെ മുമ്പിലുണ്ടായ ഒരു കാറുകാരൻ എൻ്റെ വളച്ചു വരുന്നുണ്ട്. എന്താ റോഡെല്ലാം ഫുൾ മാറ്റാട്ടോ. എന്തെല്ലോ കുറച്ച് മുമ്പ് അതിലോട്ട് വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പം മാറി മൊത്തം. എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എന്തെല്ലോ ആയിട്ടുണ്ട്. ഒന്നും മനസ്സിലാവുന്ന തന്നെ ഇല്ല. റോഡ് പണിക്ക് കണക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പം പോകുന്ന റോഡില്ലേ മൊത്തം മാറുന്നുണ്ട്. മാറി ഇരിക്കുന്നു. അത്ര തണുക്കുന്നു. നമ്മൾ പഴയങ്ങാടി റോഡിലേക്ക് കയറി. ഇവിടെ 2-3 ചായക്കടയുണ്ട്. ചായ നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കാം ലൈറ്റായിട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പവും ബീഫ് ചില്ലി മിക്സ്. ഒരപ്പവും ബീഫ് ചില്ലി മിക്സ് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ വിചാരിച്ചു. തിന്നിട്ടില്ലെങ്കിൽ ബാക്കിയാണെങ്കിലോ, അതുകൊണ്ട് പറയാൻ വിചാരിച്ചു. ഇത് കഴിക്കട്ടെ. എടുത്തിട്ട് നൈസാട്ടാ, മോശമില്ല. നമ്മുടെ ഇവിടെയാ പുക പോകുന്ന എടുക്കാം. പിന്നെ എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇവിടെ കേട്ടോ. മോശമില്ല. പറക്കുന്നു. പിന്നെ കുറേ ആൾ പറഞ്ഞു അഷ്റഫെ ഫുഡ് ബ്ലോഗ് കൂടുതൽ കയറ്റണേ, ഫുഡ് ബ്ലോഗ് കൂടുതൽ ചെയ്യണേ. നമ്മളെ ചെയ്തോളെ എന്നെന്നോ ഫുഡ് ബ്ലോഗ് കൂടുതലുണ്ടാവും കേട്ടോ. ഇത് തന്നെ ധാരാളം അല്ലേ. ഇത് മതിയിലേ. ഇനിയും ഉറക്കിൻ്റെ ഇതിലല്ലേ. ഇനി ഇത് ചെറിയ എരിവുണ്ട്. അപ്പോൾ കൂടുതൽ ഫുഡ് ബ്ലോഗ് കേട്ടോ. വേറെല്ലാം പോയിരുന്നല്ലോ കഴിക്കുക. കുടിക്കുവല്ലേ. ഇൻഷാല്ലാ നോക്കാം. നമുക്ക് നോക്കി ചെയ്യാം അല്ലേ. പോകുന്നുണ്ടോ? പോകുന്നു. സവാള ഇത് സംഭവം എന്ന് വെച്ചാലേ കറി കൂടുതലാണ്. ഇതുണ്ടോ? ഇത് നോക്കിയേ. കറി കൂടുതലാണ്. കറി കേൾക്കട്ടെ. ഓക്കെ, കഴിച്ചു നേരം വിടാം. ടേസ്റ്റ് കേട്ടോ, മോശമില്ല. അപ്പം ബീച്ചിൽ മിക്സ് കേട്ടോ. ടേസ്റ്റ് നോക്ക്. മോശമില്ല. രണ്ട് ചായ പോരട്ടെ. ചായ വേണ്ടേ? രണ്ട് ചായ.
ഈ എരിയുന്ന ഇതിപ്പോൾ എരിഞ്ഞൊന്നുമില്ലേ, അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കുടിക്കൂ. എരിവ് പോട്ടാ, ചൂട് ചായ കുടിച്ചാൽ, ചൂട് കുടിച്ചാൽ. പതക്കുന്നുണ്ടോ? ഇവിടുത്തെ ചായ മോശമില്ല കേട്ടോ, ചായ നൈസ് മോശമില്ല. കഫിയുടെ കിടക്കേ പറയുന്നുണ്ട് എരിയുന്നു കാരണം കുറച്ച് എരിവുണ്ട്. എരിയണം എന്നാലും അതിനൊരു രസമുള്ളൂ. എരിവുണ്ടെങ്കിൽ നല്ല രസമാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ബേ പിടിക്ക പോണ്ടേ. എരിയുന്നതിന് ചൂട് നല്ലതാ. എരിവ് പോയി കേട്ടോ, എന്തായാലും പോയി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ വിടാം കേട്ടോ. ഓക്കെ, ശരിക്കും ഇത് രണ്ടാൾക്ക് ഈ ഒരു പ്ലേറ്റ് മതി കേട്ടോ. ഇതിൽ എത്ര അപ്പം ഇട്ടെന്ന് അറിയില്ല, എന്തായാലും 2 അപ്പം അല്ലെങ്കിൽ 3 അപ്പം ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പ്ലേറ്റിൽ ഇത് മതി, അതായത് അപ്പവും ബീഫ് ചില്ലിയും മിക്സ്, അത് ഈ ഒരു പ്ലേറ്റ് മതി. രണ്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട്ടു ഇറങ്ങി. പിന്നെ അതാണ് ഇവിടെയുള്ള കുറേ ചായക്കടി ഇതെല്ലാം ഉണ്ട് കേട്ടോ. ചായക്കട അവിടെയുള്ള ചായക്കടി ഇതെല്ലാം ഉണ്ട്. ചായക്കടെല്ലാം വലിയ സെറ്റപ്പിൽ എന്തോ ഭാഗത്തിന് മഴ പെയ്തിട്ടില്ല, അത് തന്നെ വലിയ ഭാഗ്യം. മഴ പെയ്തിട്ടില്ല, മഴ ഇതിനെ ചടപ്പായിരിക്കും. മഴ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിനി. മഴയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ല. മഴ ഉണ്ടെങ്കിൽ നേരെ പോവും. മഴ ഉണ്ടെങ്കിൽ നമ്മൾ പോവുക തന്നെ ഇല്ല. മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങിയത്. ചെയ്യാം. മഴ ഇപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എടി മഴ പൊടിയുന്നുണ്ടല്ലേ, ചെറുങ്ങനെ പൊടിയുന്നുണ്ട്. മഴ പെയ്യോന്നറിയില്ല, ചെറുതായിട്ട് പൊടിയുന്നു. ഷവായ ഹൗസ് അല്ലേ, അവരുടെ ഇവിടെ വരണം. ഷവായ ഹൗസ് നമ്മൾ സൗദി ഷവായിലേക്കാണ് പോക്കും അധികം. ഷവായ ഹൗസ് ഉണ്ട് ഇവിടെ. അധികമല്ല, 2-3 വട്ടേ പോയിട്ടുള്ളൂ സൗദി ഷവായിൽ. അമ്മ ആകെ 2-3 വട്ടല്ലേ തിന്നിട്ടുള്ളൂ സൗദി ഷവായിൽ. 3 പ്രാവശ്യം പോയി തിന്നു. അടുപ്പിച്ചിട്ടല്ല, ദൂരെ. മുമ്പ് ഒരു വട്ടം പോയി, പിന്നെ ഒരു വട്ടം പോയി, പിന്നെ ഈ അടുത്തൊരു വട്ടം പോയി ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായി. വീഡിയോയിൽ ഉണ്ട് സൗദി ഷവായ പോയിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പേരെന്നാ പിലാത്തറിലുള്ള ഷവായ ഹൗസാ എന്തോ ഒരു പേരുണ്ടായിനി. ഞാൻ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലേ, ഇവിടെ എന്തോ ഒന്ന് കണ്ടിന്. കുറേ ചിക്കൻ കറങ്ങുന്നതാണോ, ചിക്കൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകട്ടാ. ഓക്കെ, മീനെ ഇപ്പം ഞാൻ കൊണ്ടുപോയിട്ട് അക്കിയടത്തിലിടും. ഫിൽറ്ററും ഇതെല്ലാം നാളെ വെക്കാം. കാര്യം വെച്ചാൽ നാളെ വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട്, വെള്ളം മാറ്റുന്ന സാധനം ഉണ്ട്, ഒരു പൈപ്പ് ഉണ്ട്. അതൊന്ന് പ്രസ് ഇങ്ങനെ ഞെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പോയിക്കോളും. അതിലിട്ടിട്ട് ഞെക്കുമ്പോൾ വെള്ളം പോകും. ഒരു ബക്കറ്റ് വെച്ചിട്ട് വെള്ളം മാറ്റാൻ, എന്നിട്ട് ബക്കറ്റ് വെച്ചിട്ട് അതുപോലെ ആ പൈപ്പ് അതിലിട്ടിട്ട് അതിലേക്ക് ഇതാക്കിയാൽ അതിലേക്ക് വെള്ളം, പുതിയ വെള്ളം നിറക്കും. അപ്പം അങ്ങനെ നാളെ വെള്ളം മാറ്റിയിട്ട് ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല, ജസ്റ്റ് കയ്യിൽ മറ്റേ പൈപ്പിന് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഏതായാലും പോയിട്ട് മീൻ ഇടാം. ഓക്കെ, വെള്ളം നാളെ മാറ്റിയിട്ട് ഫിൽറ്റർ നാളെ വെക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ വീട്ടിലെത്തിയേട്ടാ. ഇതാ ഫിഷ് ഇത് നമുക്ക് നമ്മളെ അക്വേറിയത്തിലേക്ക് ഇടാം. അക്വേറിയത്തിൽ നമുക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് സമയമാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സഞ്ചങ്ങനെ ഇറക്കി വെക്കണം, ഒരു 5 മിനിറ്റ്. ഓക്കെ, തൽക്കാലം ഇത് ഇങ്ങനെ നിൽക്കട്ടെ. ഈ ചെടി പച്ചയായിട്ട് നല്ല രസമുണ്ടാവും കേട്ടോ അല്ലേ. പച്ച കളർ ചെടി, പച്ച മീനും. മഞ്ഞയും കൂടെ വേണമായിരുന്നു അല്ലേ, മഞ്ഞയും കൂടെ വാങ്ങണമായിരുന്നു. ഞാൻ ഇതിനിട്ടിട്ട് നോക്കിയിട്ട് പിന്നെ വാങ്ങാൻ വെച്ചിട്ടാ. നോക്കിയിട്ട് നമുക്ക് പിന്നെ വാങ്ങാം അല്ലേ. ഇത് നോക്കട്ടെ, ഇത് 2 ദിവസമോ ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. അപ്പോൾ സക്കര തങ്ങ അവിടെ. സക്കറല്ല, സുക്കൂർ സുന്ദരനാണ്. ഓനൊരു വല്ലാത്ത സംഭവമാ. അതാണ് സുക്കൂർ കേട്ടോ. സുക്കൂർ. ഇത് ഇറങ്ങാൻ വേണ്ടിക്ക് ഇങ്ങനെ പരക്കം വായേ. ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിക്ക് ഈ വയറെല്ലാം പൊന്നിട്ടേ ഉള്ളൂ. ഇതെല്ലാം അടിയിൽ സെറ്റാക്കണം. ബാക്കിയെല്ലാം നാളെ സെറ്റാക്കും കേട്ടോ.
ഇപ്പം ഞാൻ തൽക്കാലം മീൻ ഇതിലിടും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സെറ്റാക്കാം. ഇപ്പോൾ 1 മണിയായി, ഫ്രഷ് ആവണം, ഉറങ്ങണം. ഓക്കെ, ഫുഡെല്ലാം കഴിച്ചല്ല, കിടന്നുറങ്ങണം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇടാം. ഒരു 5 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ. ഒരു 5 മിനിറ്റ് ഈ വെള്ളമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് അതിലെ വെള്ളവും ഇതിലെ വെള്ളമെല്ലാം ഒന്ന് സെറ്റായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അത് അതിലേക്ക് ഇടാം. ഗപ്പി എന്തായാലും വേണം, നല്ല ഗപ്പിനെ ഞാൻ വാങ്ങും, നല്ല പാലില്ലേ. നമുക്ക് ഇവിടെ പോവാം. പേരത്തിന് നാളെ ഇവിടെ വരുമെന്ന് പറഞ്ഞിനി. പക്ഷെ നാളെ നമുക്ക് ഏതായാലും കീച്ചേരി പോവാം. കീച്ചേരിയിലുണ്ടാവും നല്ല ഗപ്പീസ്, കിട്ടലും ഗപ്പീസ് ഉണ്ടാവും. നോക്കാം. ഓക്കെ, ഇവിടെ നാളെ പുതിയ മീൻ ഗപ്പിയെല്ലാം വരുമെന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും നാളെ പകൽ കീച്ചേരി പോവാം. കീച്ചേരി പോയിട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ട് വരാം, ഗപ്പിനെ വാങ്ങാം. ഓക്കെ, കീച്ചേരിയിൽ നിന്ന് നല്ല ഇല്ലെങ്കിൽ പിന്നെ രാത്രി ഇവിടുന്ന് വാങ്ങാം, ഇന്ന് പോയർത്ത് പോയിട്ട് വാങ്ങാം. ഓക്കെ, ഇതാ ഫിഷ് പൊക്കായി വെള്ളത്തിലേക്ക് പൊക്കായി, അക്കരത്തിലേക്ക് പൊക്കായി പൊക്കോ. ഇതിനെങ്കിലും കുറച്ച് ഐസ് ഉണ്ടാവണേ. ഈ പച്ച രസമുണ്ട്, ഈ പച്ച ചെടിയായിട്ട്, പച്ച ചെടീൻ്റെ കളറായതുകൊണ്ട് മഞ്ഞയും നല്ല രസമുണ്ടാവും. പോയിക്കോ ഇറങ്ങിക്കോ. ആയി വാ, മാഷാഅല്ലാഹ്, അടിപൊളി. എന്താ എടുത്തു, എന്താ ഇല്ല, എവിടെയോ എത്തിയ പോലെ ഇറങ്ങാണ്ട് പോയി ഇരുന്നിട്ട് നോക്കിക്കണ്ട. സെറ്റാവും. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ? വീഡിയോ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ. പിന്നെ നാളെ കാണണേ, നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരും കേട്ടോ. ഓക്കെ, നാളെ കാണാം.